ഹലോ അമീഗോ, ഇറ്റ്സ് മീ റാങ്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. മെറ്റൽ ടൈപ്പ് മൊബൈൽ ഹോൾഡറും അതുപോലെ തന്നെ ഒരു ഡുവൽ പോർട്ട് USB ചാർജറും. രണ്ടും അത്ര പ്രീമിയം പ്രൊഡക്ട്സ് ഒന്നുമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് രണ്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെറ്റൽ ടൈപ്പ് മൊബൈൽ ഹോൾഡർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് അത്ര വെൽ പാക്ഡ് ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. ബോക്സിനൊക്കെ അത്യാവശ്യം നല്ല ഡാമേജ് വന്നിട്ടുണ്ട്. പക്ഷേ മെറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ബോക്സിൻ്റെ ഔട്ട്സൈഡിലായിട്ട് തന്നെ ഈ ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഹോൾഡർ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ കളർ ഓപ്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് ബോക്സിൻ്റെ ഔട്ട്സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. മെയിനായിട്ട് അലുമിനിയം അലോയുടെ ഒരു മെറ്റൽ ഹോൾഡർ വന്നിട്ടുണ്ട്. ഇതിന് കൂടെ തന്നെ ഒരു ചെറിയ റബ്ബർ സ്ട്രിപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ബാറിൽ മൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കാനായിട്ട്, വൈബ്രേഷൻസ് ഒന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതുകൂടാതെ മൊബൈൽ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ ഗ്രിപ്പുകളും ഇതിൻ്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ്റെ ഒരു സ്ലിപ്പും അതിൻ്റെ കൂടെ ഒരു അലൻ കീയുമാണ് ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത്. ഒരു വെൽ പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ലെങ്കിലും ഒരു ഗുഡ് ക്വാളിറ്റി പർപ്പസ്ഫുൾ മൊബൈൽ ഹോൾഡർ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ബാർ മൗണ്ടിങ് ബ്രാക്കറ്റ് എല്ലാം തന്നെ ഈ ഒരു സിംഗിൾ സെറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹാൻഡിൽ ബാറിൽ മൗണ്ട് ചെയ്യാനായിട്ട് 2 അലൻ കീ ബോൾട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു റബ്ബർ സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഇത് മൗണ്ട് ചെയ്യുക ഹാൻഡിൽ ബാറിൽ. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഹോൾഡർ 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഈ ഒരു മൗണ്ടിങ് ഭാഗത്തൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റിക്കർ ഗ്രിപ്പ് ഒട്ടിക്കണം മൊബൈൽ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. സ്ക്രൂ ടൈപ്പ് ഹോൾഡിംഗ് സെറ്റപ്പാണ് ഈ ഒരു മൊബൈൽ ഹോൾഡറിൽ വരുന്നത്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ വരെ നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ മൗണ്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 1000-ൻ്റെ 500-ൻ്റെ ഇടയിലായിട്ടാണ്. ഡിസ്കൗണ്ടിനനുസരിച്ച് ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരാറ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ്. അലുമിനിയം അലോയ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു കെയർ കൊടുക്കേണ്ടി വരും. ബാക്കി സീനൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡുവൽ പോർട്ട് USB ചാർജർ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് വളരെ വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. ഈ 2 പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് പക്കാ ഒരു ചൈനീസ് പ്രൊഡക്റ്റാണ്. അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളും സ്പെക്കും അതേപോലെ തന്നെ മൗണ്ടിങ് സെറ്റപ്പിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൻ്റെ ഔട്ട്സൈഡിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ഫുൾ USB ചാർജിങ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 മൗണ്ടിങ് ബ്രാക്കറ്റ്സും അവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹാൻഡിൽ ബാറിൽ മൗണ്ട് ചെയ്യാനുള്ളതും അതേപോലെ മിററിൽ മൗണ്ട് ചെയ്യാനുള്ളതും. പക്ഷേ ഈ ഒരു മൗണ്ടിങ് സെറ്റപ്പിന് അത്ര ഒരു ജെന്യൂൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നില്ല. നമ്മുടെ ഗോപ്രോൻ്റെ മൗണ്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ പുവർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണലായിട്ട് ഹാൻഡിൽ ബാറിലും മിററിലും ഒക്കെ യൂസ് ചെയ്യാൻ അത്ര സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് അല്ല. ഞാനിത് ഇന്റേണലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. മൗണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു മെയിൻ സെറ്റപ്പിലെല്ലാം തന്നെ വളരെ നല്ലൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സ്വിച്ചും കാര്യങ്ങളൊക്കെ വാട്ടർ പ്രൂഫ് കവറിങ്ങോട് കൂടിയാണ് വരുന്നത്. അതുപോലെ ഇതിൽ 2 പോർട്ട് ഉണ്ട് USB ചാർജിങ്ങിൽ. ഒന്ന് 1 ആംപിയറും അതുപോലെ തന്നെ 2.1 ആംപിയറും. അതുപോലെ നടുവിലായിട്ടൊരു ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഈ 2 പോർട്ടിനും കോമൺ ആയിട്ടുള്ള ഒരു റബ്ബറിൻ്റെ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വാട്ടർ പ്രൂഫ് ആവുന്ന രീതിയിൽ തന്നെയാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചാർജിങ് സെറ്റപ്പ് നമുക്ക് ഈ ഒരു പിന്ന് ജസ്റ്റ് അൺപ്ലഗ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചാർജിങ് സെറ്റപ്പ് മാത്രം USB പോർട്ടിൻ്റെ ആ ഒരു സെറ്റപ്പ് മാത്രം നമുക്ക് റിമൂവ് ചെയ്ത് എടുത്തു വെക്കാവുന്നതാണ്.
അതുപോലെ ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത്തും അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1-1.5 മീറ്ററോളം ലെങ്ത്ത് വരുന്നുണ്ട് ടോട്ടൽ ഈ ഒരു വയറിൻ്റെ ക്വാളിറ്റിയും ഈ ഒരു ഇൻസുലേഷൻ സെറ്റപ്പും എല്ലാം തന്നെ വളരെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്റ്റേണലായിട്ട് ഹാൻഡിൽ ബാറിലും മിററിലും ഒക്കെ മൗണ്ട് ചെയ്യുന്നതിന് ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഒരു മൗണ്ടിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ചാർജിങ് പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.